തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംസ്ഥാനത്ത് പുതിയ രാഷ്ട്രീയ നീക്കവുമായി ബി.ജെ.പി. പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷൻ സി സദാനന്ദനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. സദാനന്ദൻ അടക്കം 4 പേരെയാണ് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തത്. CPM ആക്രമണത്തിന് ഇരയായ സദാനന്ദൻ ധീരതയുടെ പ്രതീകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ല, മഹാരാഷ്ട്രയിൽ നിന്നുള്ള അഭിഭാഷകനായ ഉജ്ജ്വൽ നിഗം, ചരിത്രകാരി മീനാക്ഷി ജെയിൻ എന്നിവരെയാണ് സി സദാനന്ദനൊപ്പം നാമനിർദ്ദേശം ചെയ്തത്. RSS ജില്ലാ സർക്കാര്യവാഹകായിരുന്ന സദാനന്ദൻ കഴിഞ്ഞ ദിവസമാണ് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയത്. സി സദാനന്ദന്റെ ജീവിതം അനീതിക്ക് മുന്നിൽ തലകുനിക്കാതിരിക്കുന്ന ധൈര്യത്തിന്റെ പ്രതിരൂപമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിനന്ദന സന്ദേശം. പാർട്ടി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഏത് കാര്യകർത്താവിനെ സംബന്ധിച്ചിടത്തോളവും അവർ മുന്നോട്ട് വയ്ക്കുന്ന പാർട്ടിയെ സംബന്ധിച്ച് സേവനമാണ് സംഘടനാ പ്രവർത്തനം എന്നതാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സേവനത്തിനുള്ള ഏത് മേഖലയായാലും ഏത് ഉപാധിയിലൂടെയാണെങ്കിലും അത് ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സന്ദേശമായിട്ട് കൂടി ഈ നിർദ്ദേശത്തെ സ്വീകരിക്കുകയാണ്. ഇതോടെ കേരളത്തിൽ നിന്നും നിലവിൽ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട MP-മാരുടെ എണ്ണം 2ആയി. കായിക താരം PT ഉഷ 2022 നാമനിർദ്ദേശം വഴി രാജ്യസഭയിലെത്തിയത്. സി സദാനന്ദൻ രാജ്യസഭയിലേക്ക് എത്തുന്നത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കേരളത്തിൽ ഗുണം ചെയ്യുമെന്നാണ് BJP കണക്കാക്കുന്നത്. 24 ഡൽഹി.